നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ തോട്ടം തൊഴിലാളിക്ക് വീണു പരിക്കേറ്റു. മുരിക്കങ്ങൾ കേളംപടിക്കൽ ഹനീഫയുടെ ഭാര്യ 52 വയസ്സുള്ള റെജീനയ്ക്കാണ് പരിക്കേറ്റത്. പറപ്പൂക്കര പഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനവും പറപ്പൂക്കര സ്ക്വാഡ് രൂപീകരണവും നടത്തി. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ചാണ് പറപ്പൂക്കര പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി കലക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രഖ്യാപനം നടത്തിയത്. അളഗപ്പനഗർ പഞ്ചായത്തിൽ 2025-2026 വർഷത്തേക്കുള്ള ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അവതരിപ്പിച്ചു. വേനൽച്ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ മലയോരത്തെ ജലസമൃദ്ധമായ വെള്ളിക്കുളങ്ങര തേശ്ശേരിക്കുളത്തിന്റെ നവീകരണം പാതി വഴിക്കും. നന്മണിക്കര പഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് സമിതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ റൂറൽ പോലീസിന്റെ ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ നന്ദിക്കരയിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ തോട്ടം തൊഴിലാളിക്ക് വീണു പരിക്കേറ്റു. മുരിക്കങ്ങൾ കേളംപടിക്കൽ ഹനീഫയുടെ ഭാര്യ 52 വയസ്സുള്ള റെജീനയ്ക്കാണ് പരിക്കേറ്റത്. കൈക്ക് സാരമായി പരിക്കേറ്റ റെജീനയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7-നായിരുന്നു സംഭവം. റെജീനയും മറ്റ് തൊഴിലാളികളും ടാപ്പിംഗ് നടത്തുന്നതിനിടെ സമീപത്ത് ആനകൾ എത്തിയതോടെ ഭയന്നോടുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ ഒച്ചവെച്ചതോടെയാണ് കാട്ടാനകൾ മാറിപ്പോയത്. തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. തോട്ടങ്ങളിൽ അടിക്കാടുകൾ ഉണ്ടായിരുന്നതിനാൽ ആനകൾ തൊട്ടടുത്ത് എത്തിയാൽ മാത്രമേ തൊഴിലാളികൾക്ക് തിരിച്ചറിയാനാകൂ എന്നുള്ളതും അടിക്കാടുകൾ ഉടൻ വെട്ടിമാറ്റാൻ മാനേജ്മെന്റുകൾ തയ്യാറാകണമെന്നും മലയോര കർഷക സമിതി ആവശ്യപ്പെട്ടു. പറപ്പൂക്കര പഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനവും പറപ്പൂക്കര സ്ക്വാഡ് രൂപീകരണവും നടത്തി. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ചാണ് പറപ്പൂക്കര പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി കലക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രഖ്യാപനം നടത്തിയത്. ജില്ലയിൽ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്ന രണ്ടാമത്തെ പഞ്ചായത്താണ് പറപ്പൂക്കര. മാലിന്യത്തിനും ലഹരിക്കും എതിരായും വിജ്ഞാന കേരളം പദ്ധതിയുടെ വിജയത്തിനായി 40 വയസ്സിന് താഴെയുള്ളവരുടെ സേനയായ പറപ്പൂക്കര സ്ക്വാഡ് രൂപീകരണവും നടത്തിയതായി കലക്ടർ പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിദിക ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാലിന്യമുക്തം നവകേരളം ആശയത്തിന്റെ ഭാഗമായി പറപ്പൂക്കര പഞ്ചായത്തിലെ ക്ലീൻ ആൻഡ് വിൻ പദ്ധതിയുടെ ഭാഗമായി വീടും പൊതുസ്ഥലവും വൃത്തിയാക്കി പഞ്ചായത്തിനൊപ്പം മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ 3 പേർക്കുള്ള അവാർഡ് ദാനവും കലക്ടർ നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി G സബിത, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ കാർത്തിക ജയൻ, PT കിഷോർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KC പ്രദീപ്, MK ഷൈജ, NM പുഷ്പാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ്, കവിത സുനിൽ, KK പ്രകാശൻ, KK രാമകൃഷ്ണൻ, R ഉണ്ണികൃഷ്ണൻ, MA വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ പദയാത്രയും നടത്തി. പഞ്ചായത്ത് എടുക്കുകയാണ് കൂടുതലായിട്ട് ഹൈവേ കൂടെ കടന്നു പോകുന്ന ഒരു സ്ഥലവും കൂടെയാണ്. ഒരുപാട് പേര് ഇതുവഴി കൂടെ പാസ് ചെയ്യുന്നു. ഇപ്പോൾ അത്രത്തോളം നല്ല ഭംഗിയായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് ഓരോരുത്തരും തന്നെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടെയാണ്. അപ്പം അതും ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓരോ വീടും പരിസരവും നമ്മൾ ക്ലീനായിട്ട് സൂക്ഷിക്കാറുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ വീടിൻ്റെ പുറകെ ഇറങ്ങിയിട്ട് റോഡാണോ എന്താണോ അതും കൂടെ നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ട ഓരോരുത്തരുടെ കടമ കൂടെയാണ്. അത് കടയായിക്കോട്ടെ വീടായിക്കോട്ടെ. അളഗപ്പനഗർ പഞ്ചായത്തിൽ 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷയായിരുന്നു. 37.32 കോടി രൂപ വരവും 36.81 കോടി രൂപ ചിലവും
51 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യമേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും കൃഷിക്കുമാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. പൊതുഭരണ നിർവഹണം, കൃത്യമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, സ്റ്റിയറിംഗ് കമ്മിറ്റികൾ, ഭരണസമിതി യോഗങ്ങൾ എന്നിവ ചേരൽ, സമഗ്ര ഓഫീസ് കമ്പ്യൂട്ടർവൽക്കരണം, ഫ്രണ്ട് ഓഫീസ് സംവിധാനം, കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം എന്നിവ നടപ്പാക്കുക വഴി സുതാര്യവും അഴിമതിരഹിതവുമായ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും നൽകൽ, രേഖകളുടെയും രജിസ്റ്ററുകളുടെയും കാര്യക്ഷമമായ സൂക്ഷിപ്പ്. എന്തായാലും എല്ലാവരുടെയും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കൂട്ടായ ആ ഒരു ചർച്ചയിൽ കൂടെ ഉരുത്തിരിഞ്ഞു വന്ന വാർത്തകളും നമ്മുടെ പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്താൻ പോകുന്ന പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും ഭവന നിർമ്മാണ രംഗത്തും കുടിവെള്ള രംഗത്തും കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വേനൽ ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ മലയോരത്തെ ജലസമൃദ്ധമായ പൊതുകുളം ആർക്കും പ്രയോജനപ്പെടാതെ അവഗണനയിൽ കിടക്കുന്നു. വെള്ളിക്കുളങ്ങര തേശ്ശേരിക്കുളമാണ് നവീകരണം പാതി വഴിയിൽ നിലച്ച് അനാഥാവസ്ഥയിൽ കിടക്കുന്നത്. പല ഘട്ടങ്ങളിലായി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും നാട്ടുകാർക്ക് ഉപകാരപ്പെടാതെ കിടക്കുകയാണ് നൂറ്റാണ്ടോളം പഴക്കമുള്ള തേശ്ശേരിക്കുളം. വേനൽ കടുത്താൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുന്ന കട്ടിപ്പൊക്കം പ്രദേശത്തോട് ചേർന്നുള്ള ജലസമൃദ്ധമായ തേശ്ശേരിക്കുളം നവീകരിച്ചെടുത്താൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് പൊതുപ്രവർത്തകനായ റഷീദ് ഏറത്ത് പറയുന്നു. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് ഈ കുളം. ഇവിടുത്തെ നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഈ കുളത്തിൽ നിന്നാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇവിടെ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടുള്ള മരം പിടിക്കാൻ കൊണ്ടുവന്ന ആനകളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കാലാന്തരങ്ങളായി മണ്ണ് വന്നടിഞ്ഞ് മറ്റു പലരും അന്യപ്പെടുകയും ആ കുളം വിസ്മൃതിയിലാവുകയും ചെയ്തു. പിന്നീട് സേവ് വെള്ളിക്കുളങ്ങരയൊക്കെ പോലുള്ള സന്നദ്ധ സംഘടനകൾ നിരന്തരം അധികാരികളുടെ ഇതിൽ ആവശ്യപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം കണ്ടെത്തി 65ഓളം സെൻറ്റ് സ്ഥലം കണ്ടെത്തുകയും പിന്നീട് അവിടെ 20 സെൻറ്റിൽ ഒതുങ്ങുന്ന ഒരു കുളം കുത്തുകയും ചെയ്തു. ഒരു കാലത്ത് വെള്ളിക്കുളങ്ങരയിൽ നെൽകൃഷി നടന്നിരുന്നത് തേശ്ശേരിക്കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചായിരുന്നു. ഇപ്പോഴത്തെ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ്, സർക്കാർ UP സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾക്ക് സമീപം നേരത്തെ നെൽപ്പാടങ്ങളായിരുന്നു. തേശ്ശേരിക്കുളത്തിൽ നിന്ന് തോടുവഴി എത്തിയിരുന്ന വെള്ളമാണ് അക്കാലത്ത് ഇവിടെ നെൽകൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. അരനൂറ്റാണ്ട് മുമ്പ് വെള്ളിക്കുളങ്ങരയ്ക്ക് കിഴക്കുള്ള കാടുകളിൽ കൂപ്പുപണി നടന്നിരുന്നപ്പോൾ തടി വലിക്കാൻ വന്നിരുന്ന ആനകളെ കുളിപ്പിച്ചിരുന്നത് തേശ്ശേരിക്കുളത്തിലായിരുന്നുവെന്ന് പ്രായം ചെന്നവർ പറയുന്നു. ഇവിടെ പാടങ്ങളില്ലാതാവുകയും വീടുകൾ ഉയരുകയും ചെയ്തപ്പോൾ തേശ്ശേരിക്കുളം വിസ്തൃതിയിലായി. ആരും ഉപയോഗിക്കാതെ പാഴ്ചെടികളും പുല്ലും മൂടി നാശോന്മുഖമായ കുളം പുനരുദ്ധരിക്കണമെന്ന് ആവശ്യമുയർന്നതോടെ 2 പതിറ്റാണ്ട് മുമ്പ് ഇതിന് ഫണ്ട് അനുവദിക്കപ്പെട്ടു. 3/4 ഏക്കറോളം വിസ്തൃതിയുള്ള കുളത്തിലെ മണ്ണും ചെളിയും നീക്കി വശങ്ങൾ കരിങ്കൽ കെട്ടി സംരക്ഷിക്കുന്ന പണികൾ ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ സ്തംഭിക്കുകയായിരുന്നു. കുളത്തിലേക്ക് വഴിയില്ലാത്തതും ഇറങ്ങാൻ പടവുകളില്ലാത്തതും മൂലം കുളത്തിലെ ജലസമൃദ്ധി കണ്ടു നിൽക്കാനേ ഇപ്പോൾ നാട്ടുകാർക്കാവുന്നുള്ളൂ. ഈ കട്ടിപ്പക്കം പ്രദേശത്ത് വെള്ളത്തിന് ഏറ്റവും നമ്മൾ ഇവിടെ വേറെ കുടിവെള്ളം കുടിക്കാനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വളരെ ഇതാണ്. അവരെ മറ്റ് പ്രാഥമിക മറ്റ് വസ്ത്രങ്ങൾ കഴുകാനും മറ്റും ഒക്കെ ഈ വലിയ തോടിനെയാണ് സമീപിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് വൃത്തിയാക്കി അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു സൗന്ദര്യവൽക്കരിക്കുകയാണെങ്കിൽ ഇവിടെ കഴുകാനും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ ഇവിടുത്തുകാർക്ക് പറ്റും. തന്നെയുമല്ല പ്രായം ചെന്ന വയോജനങ്ങൾക്ക് വന്ന് കുറച്ചേരം ഇവിടെ ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം, മറ്റ് ഉപകരണങ്ങളോടൊക്കെ വെക്കാൻ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഈ കുളത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. കുളത്തിന്റെ നവീകരണത്തിനായി അടുത്ത കാലത്ത് 34 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കപ്പെട്ടെങ്കിലും കുളത്തിലേക്ക് വഴിയില്ലാത്തതിനാൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചില്ല. വേനൽക്കാലമായാൽ കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന കട്ടിപ്പൊക്കം പ്രദേശത്തോട് ചേർന്നാണ് തേശ്ശേരിക്കുളം ഉള്ളത്. നേരത്തെയുണ്ടായിരുന്ന പൊതുവഴി പുനരുദ്ധരിച്ച് കുളത്തിന്റെ നവീകരണം പൂർത്തിയാക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്താൽ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. നന്മണിക്കര പഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, പാവപ്പെട്ട ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് രാഷ്ട്രീയത്തിനതീതമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പഞ്ചായത്ത് സമിതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP മുൻ ജില്ലാ സമിതി അംഗം രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാധരൻ കോപ്പാട്ടിൽ അധ്യക്ഷത വഹിച്ചു.
AG രാജേഷ്, രാജേഷ് മാളാത്ത്, നിവീഷ് സുധാകരൻ, മണികണ്ഠൻ കുന്നപ്പള്ളി, രാമൻകുട്ടി കരുമാലി, അനൂപ് അരവിന്ദ്, KK ഹരിദാസ്, KC സുരേഷ്, ജോയ് കുന്നിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ റൂറൽ പോലീസിന്റെ ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ നന്ദിക്കരയിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. നന്ദിക്കര തൈവളപ്പിൽ മാക്കുട്ടി എന്ന് വിളിക്കുന്ന 44 വയസ്സുള്ള മഹേഷാണ് അറസ്റ്റിലായത്. പ്രതിയുടെ വീട്ടിലും തുണിക്കടയിലും നടത്തിയ പരിശോധനയിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് കണ്ടെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് 1 മാസമായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. നന്ദിക്കര പെട്രോൾ പമ്പിന് സമീപം ബൈക്കിലെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് ചാലക്കുടി ഡിവൈഎസ്പി K സുമേഷിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് SHO V സജീഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ നിതീഷ്, ഷിനോജ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ SIമാരായ BG സ്റ്റീഫൻ, റോയ് പൗലോസ്, PM മൂസ, ASI VU സിൻജോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ AU റെജി, ഷിജോ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് മഹേഷിനെ അറസ്റ്റ് ചെയ്തത്. അപകട ഭീഷണിയായ കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ കോടാലി സ്കൂൾ ജംഗ്ഷനിലുള്ള ഹമ്പിൽ സീബ്ര ലൈൻ വരച്ച് പൊതുപ്രവർത്തകൻ മാതൃകയായി. ആൻഡു ചെമ്മഞ്ചേരിയാണ് അധികൃതർക്കായി കാത്തുനിൽക്കാതെ സ്വന്തം ചെലവിൽ സീബ്ര ലൈൻ വരച്ചത്. 1 മാസം മുമ്പ് റീടാറിംഗ് നടത്തി നവീകരിച്ച റോഡിലെ ഹമ്പിൽ മുന്നറിയിപ്പ് നൽകാനുള്ള അടയാളങ്ങൾ വരച്ചിരുന്നില്ല. വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാനാണ് ആൻഡു ചെമ്മഞ്ചേരി സ്വന്തം ചെലവിൽ ഇവിടെ സീബ്ര ലൈൻ വരച്ചത്. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിലെ വെണ്ടോലിൽ പൈപ്പിട്ട് അശാസ്ത്രീയമായ മൂടിയ കുഴിയിൽ വാനിന്റെ ചക്രങ്ങൾ താഴ്ന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. ആമ്പല്ലൂർ മുതൽ മണ്ണമ്പേട്ട വരെ ശുദ്ധജല പൈപ്പിട്ട് മൂടിയ ഭാഗങ്ങളിൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. കൃത്യമായി കുഴി മൂടാത്തതാണ് പ്രധാന കാരണം. ചില ഭാഗങ്ങളിൽ മാസങ്ങളായിട്ടും റീടാറിംഗ് നടത്തിയിട്ടില്ല. മഴ പെയ്തതോടെ കൂടുതൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമോ എന്ന ഭീതിയും ഉണ്ട്. പ്രദേശത്തെ പൈപ്പിടൽ പൂർത്തിയാക്കി ടാറിംഗ് വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം. വേലുപ്പാടം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ 7-ന് അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര പള്ളിക്കുന്ന് പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്യും. 1000-ലേറെ വിശ്വാസികൾ പങ്കെടുക്കുന്ന പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. രാവിലെ 10-ന് പദയാത്ര തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിക്കും. ഫാദർ വർഗീസ് ഊക്കൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് നടക്കുന്ന ശ്രാദ്ധ ഊട്ടിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുക്കും. കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലെ 3 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇല്ലിക്കാട് ഒറ്റാലി വീട്ടിൽ 37 വയസ്സുള്ള കിരൺ, ഇല്ലിക്കാട് പുളിന്തറ വീട്ടിൽ 39 വയസ്സുള്ള വിപിൻ, കാട്ടൂർ വേത്തോടി വീട്ടിൽ 18 വയസ്സുള്ള ഗോകുൽ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 11-ന് കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ കിരൺ, വിപിൻ, ഗോകുൽ എന്നിവരും കമ്മിറ്റിക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച നരിക്കുഴി എടക്കാട്ടുപറമ്പിൽ വീട്ടിൽ 43 വയസ്സുള്ള സജിത്തിനെ പള്ളിവേട്ട നഗറിന് സമീപം വെച്ച് പ്രതികൾ കരിങ്കല്ലുകൊണ്ട് തലയിലും മുഖത്തും അടിച്ച് ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മാഹിയിൽ നിന്നാണ് പിടികൂടിയത്. കാട്ടൂർ പോലീസ് SHO ER ബൈജു, SIമാരായ C സനദ്, ബാബു ജോർജ്, നൌഷാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ഷൌക്കർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കിരൺ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസുകളിലെയും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പ് കേസിലെയും പ്രതിയാണ്. വിപിൻ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് എണ്ണമോ നിലവാരമോ എന്ന വിഷയത്തിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി വെബിനാർ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വിനോദത്തിനും വിശ്രമത്തിനും കൂടുതൽ സമയം അനുവദിക്കണം.
സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിനുമായി കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണമെന്നും അധ്യാപകർ വെബിനാറിൽ ആവശ്യപ്പെട്ടു. AKPTF ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ വെബിനാർ ഉദ്ഘാടനം ചെയ്തു. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ M. കുമാർ അധ്യക്ഷനായി. മുൻ സംസ്ഥാന പ്രസിഡന്റ് VK അജിത് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ്, ആന്റോ P. തട്ടിൽ, ഷിജി ശങ്കർ, B. ബിജു, CJ ദാമു, NP രജനി, PR ചഞ്ചൽ, P. മെൽവിൻ ഡേവിസ്, ജെമി ജോയ്, KE അജി, V. ഇന്ദുജ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ്സിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവണൂർ സ്വദേശി അനിരുദ്ധനാണ് മരിച്ചത്. രാവിലെ സ്റ്റാൻഡിലുള്ളവരാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്റ്റാൻഡിലെ ബസ്സുകൾ കഴുകി വൃത്തിയാക്കുന്ന ജോലി ചെയ്ത് വരികയായിരുന്നു അനിരുദ്ധൻ. 2 മാസത്തോളമായി ഓടാതെ കിടന്നിരുന്ന ബസ്സിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ ഈസ്റ്റ് പോലീസിന് നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോയി. ഫോറൻസിക് വിരലടയാളം വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രവും അസാപ്പുമായി ചേർന്ന് ഇന്റീരിയർ ഡിസൈനിംഗിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ബിടെക് ബിരുദധാരികൾക്കും ഡിപ്ലോമ ബിടെക് അവസാന വർഷം പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ മാർച്ച് അവസാന ആഴ്ചയോടുകൂടി പരിശീലനം ആരംഭിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബുധനാഴ്ച രാവിലെ 11-ന് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. പരിശീലനം സൗജന്യമാണ്. ഫോൺ 9188127008 0487 2361 945 2360 സ്വർണവില. സ്വർണം ഗ്രാമിന് 8250 രൂപയും പവന് 66,000 രൂപയും രേഖപ്പെടുത്തി. കൊടകര അഴകം മാവേലി കഴക്കൽ കണ്ണൂക്കാടൻ ലോനക്കുട്ടി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30-ന് വല്ലപ്പാടി ദേവമാതാ പള്ളിയിൽ. ഭാര്യ റോസി. ജോൺസൺ, ജോസ്, ജെസി, ജിൻസി എന്നിവർ മക്കളും നിർമ്മല, ഷീല, ജോസ്, ജോർജ് എന്നിവർ മരുമക്കളുമാണ്. പുലക്കാട്ടുകര കണ്ണനാക്കൽ പാലിയേക്കര അമ്മിണി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് കുര്യപ്പൻ. ഓമന, റൂബി, ജെസി, ടെല്ലി എന്നിവർ മക്കളും. ആന്റണി, പോളച്ചൻ, ഡേവിസ്, പരേതനായ പാലു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ തോട്ടം തൊഴിലാളിക്ക് വീണു പരിക്കേറ്റു. മുരിക്കങ്ങൾ കേളം പടിക്കൽ ഹനീഫയുടെ ഭാര്യ 52 വയസ്സുള്ള റെജീനയ്ക്കാണ് പരിക്കേറ്റത്. പറപ്പൂക്കര പഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനവും പറപ്പൂക്കര സ്ക്വാഡ് രൂപീകരണവും നടത്തി. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ചാണ് പറപ്പൂക്കര പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കി കലക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രഖ്യാപനം നടത്തിയത്. അളകപ്പനഗർ പഞ്ചായത്തിൽ 2025-2026 വർഷത്തേക്കുള്ള ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അവതരിപ്പിച്ചു. വേനൽച്ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും ജനങ്ങൾ വെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ മലയോരത്തെ ജലസമൃദ്ധമായ വെള്ളിക്കുളങ്ങര തേശ്ശേരിക്കുളത്തിന്റെ നവീകരണം പാതി വഴി. നന്മണിക്കര പഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പഞ്ചായത്ത് സമിതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ റൂറൽ പോലീസിന്റെ ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെ നന്ദിക്കരയിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.